ശശി തരൂർ മുമ്പും കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. നിരവധി പ്രസ്താവനകളും ചില പൊടിക്കൈകളും ഒക്കെ ആയിട്ട് അദ്ദേഹം കോൺഗ്രസിനുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതല്ല. ഇപ്പോഴിത് വീണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ ഔദ്യോഗിക നിലപാടുകളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നത്? തരൂർ ഈ വെടക്കാക്കി തനിക്കാക്കാനുള്ള നീക്കമാണോ നടത്തുന്നത്? ഈ ശശി തരൂര് മുമ്പും എന്നല്ല എപ്പോഴും കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. അതൊരു തുടർക്കഥയാണ്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും സംശയം, തരൂര് BJP-യിൽ പോകുമോ, തരൂര് CPM-ൽ പോകുമോ എന്നല്ല സംശയം. എങ്ങും പോകാൻ പോകുന്നില്ല. അതാ സംഭവിക്കാൻ പോകുന്നത്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അറിയാവുന്നത് ആർക്കും. അതൊരു ഹൈ പ്രൊഫൈലാണ്. അതുപോലൊരു പ്രൊഫൈലൊന്നും ഇവിടുത്തെ എന്നല്ല, ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരിൽ ആർക്കുമില്ല. അതുകൊണ്ടൊക്കെയാണല്ലോ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാള് തരൂരിനെ നോട്ടമിട്ടിരിക്കുന്നത്. തരൂരിനെ നോട്ടമില്ലെന്ന് പറയാൻ പറ്റൂ? തരൂര് BJP-യിൽ ചെന്നാല് ഒരു ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്, അത് ഉറപ്പായ കാര്യമാണ്. ഒരു വിദേശകാര്യത്തിന് പറ്റിയ ആളല്ലേ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കും, എഴുതും, ഒരു ചിന്തയുണ്ട്, നല്ല പ്രഭാഷകൻ. അക്കാഡമിക് ലെവല് വളരെ വലുതാണ്. അല്ലാതെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ പോലെ തലയ്ക്ക് താഴ്ത്താമസമില്ലാത്ത ആളൊന്നുമല്ല. അതുകൊണ്ടാണ് തരൂരിന് പറയണമെന്ന് തോന്നുന്നത് പറയുന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഉള്ളിലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്, പറയണമെന്നുണ്ട്, പക്ഷെ ധൈര്യമില്ല. ഇവരുടെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പെട്ടിയെടുപ്പുകാരല്ലേ. ആരെ വാഴ്ത്തിക്കൊണ്ട് നടന്ന് സ്ഥാനമാനങ്ങൾ നേടാം എന്നുള്ളത് മാത്രമാണ്. പിന്നെ തരൂർ പറഞ്ഞതില് കേരളം അങ്ങ് വ്യവസായം കൊണ്ടങ്ങ് മറിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിലേ ഉള്ളൂ. നമുക്ക് അതിനോടൊപ്പം വലിയ യോജിപ്പൊന്നുമില്ല. ഇവിടെ വലിയ വ്യവസായ പഴയതിൽ നിന്ന് മാറ്റങ്ങൾ ഒരുപാടുണ്ട്. കുറച്ചുണ്ടായി കാണുമായിരിക്കാം. വ്യവസായ സൗഹൃദ അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വ്യവസായം തുടങ്ങാൻ വന്ന് സൂയിസൈഡ് ചെയ്തു? അവരുടെ കുടുംബക്കാരിറങ്ങി വരും അല്ലേ? അങ്ങനെ നിരവധി സംഭവങ്ങളല്ലേ. എത്ര പേര് ഇവിടുന്ന് ഇട്ടറിഞ്ഞിട്ട് പോയി മാറ്റാലും മായാത്ത കളങ്കം കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വിശിഷ്യ ഇടതുപക്ഷം. അതെ, അതിവരുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ പോയി വ്യവസായം തുടങ്ങാൻ ഇരുന്നവരെ കാണാൻ ജീവിതം തന്നെ വലിച്ചു കീറി പോകേണ്ടി വന്നതെന്നുള്ളതാണ് ആലോചിക്കണം. പക്ഷെ തരൂര് പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ മോദിയും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നൊക്കെ പറയുന്നത് വലിയ സംഭവം തന്നെയല്ലേ. മോദിക്കെന്നല്ല, ഇന്ത്യ ഏത് തരത്തിൽ അംഗീകരിക്കുന്നു അല്ലെ അമേരിക്ക? അതൊക്കെയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാറ് പറഞ്ഞത് ശരിയാണ്. വാസ്തവത്തില് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിനും പ്രതിപക്ഷത്തിനും ഈ കാര്യത്തിൽ മോദിയെ വിമർശിക്കാൻ ഒരു പഴുതും അതിനകത്തില്ല. അവർ വെറുതെ ഇന്ത്യക്ക് ഇത് പ്രയോജനമില്ല, ഇന്ത്യക്ക് ഇതുകൊണ്ട് ഗുണമില്ല, ഇന്ത്യയുടെ കാശ് അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ അതിനകത്തുള്ള എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചോ, നമ്മുടെ പരമാധികാര അമേരിക്കയ്ക്ക് അടിയറ വെച്ചോ, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഒരു വ്യക്തമായ അഭിപ്രായം പറയാൻ കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. പക്ഷെ തരൂർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ട് ഇന്നതൊക്കെയാണ് ഗുണം. നോക്കൂ, ഒരു ഭരണ തലവനെ ട്രംപ് അധികാരമേറ്റ് 1 മാസം പോലും പ്രായമായിട്ടില്ല സർക്കാരിന്. എന്നിട്ടും ഒരു രാഷ്ട്രത്തിന്റെ, ഇന്ത്യ പോലൊരു രാഷ്ട്രത്തിന്റെ, ഒരു വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭരണത്തലവനെ വിളിച്ചു ക്ഷണിച്ചു വരുത്തി കണ്ട് ചർച്ച നടത്തി എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ എന്നാണ് തരൂർ ചോദിക്കുന്നത്. ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തരൂര് മത്സരിച്ചല്ലോ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ. അന്ന് ഇദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പേർ മുൻകൈ എടുത്തത് ആരാ? കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ്. അതെ, ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലെ ഒരു അടുക്കളക്കാരനാണ്. എന്തായാലും അതുപോലെ ശശി തരൂരിനെ കിട്ടില്ല. തരൂരിന് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും സ്വന്തമായിട്ട് എന്താ പറയണ്ടേ, കൃത്യമായ ദീർഘവീക്ഷണവും സ്വന്തമായി പദ്ധതികളും ഒക്കെ ഉണ്ട്. കോൺഗ്രസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, കോൺഗ്രസിനെ എങ്ങനെ ഒരു ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി, പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി, പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറ്റണം എന്ന് തരൂരിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്.
അങ്ങനെ ഒരു കാഴ്ചപ്പാട് സോണിയയ്ക്കോ സോണിയ കുടുംബത്തിനോ ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തിനെ ആശ്രയിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നവർക്ക് തരൂരിനോട് വിരോധവും വിദ്വേഷവും പകയും ഒക്കെ തോന്നുന്നത് സ്വാഭാവികമല്ലേ? ഈ തരൂര് അന്ന് അവിടെ മത്സരിച്ചപ്പോഴുണ്ടല്ലോ, ഈ മല്ലികാർജുൻ ഖാർഗെ ഇവർ മാറ്റി നിർത്തണമായിരുന്നു. എന്നിട്ട് തരൂരിനെ ആ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നിരുന്നതുണ്ടല്ലോ, ഇവർക്ക് ഇന്ന് ഈ പാർലമെന്റില് ഒരു 50 സീറ്റെങ്കിലും കൂടുതൽ കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. പാർട്ടി മാറുമായിരുന്നു. അപ്പൊ പാർട്ടി നന്നാകണമെന്നില്ല. കാരണം ഇവർക്ക് ഈ നെഹ്റു കുടുംബത്തിന് പുറത്തേക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. ഖാർഗെ ആവുമ്പോൾ അവിടെ അടുക്കളക്കാരനായിട്ട് കിടന്നോളും. സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരൻ തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെ തരൂരിനെ അങ്ങനെ കിട്ടത്തില്ല. അതിന് തരൂര് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വിചാരിച്ചതിനപ്പുറം വോട്ട് നേടിയില്ലേ ആ മത്സരത്തില്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിന്നെ കേരളത്തിൽ ചിലരൊക്കെ അങ്ങ് ഏറ്റെടുത്തു, കൊണ്ടു നടന്നു. ഉടനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് വരെ ഇപ്പോഴും അത് അവശേഷിക്കുന്നില്ല. അവശേഷിക്കുന്ന പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് സമ്മതിക്കും. വേറെ ഭൈമി കാമുകന്മാർ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവരൊന്നും അനുവദിക്കത്തില്ല. ഇവിടെ നമ്മുടെ പിന്നെ സുകുമാരൻ നായർ പറഞ്ഞില്ലേ, വിശ്വനായരാണ്, ഡൽഹി നായരാണ്, പിന്നെ ലോക പൗരനാണ് എന്നൊക്കെ വാനോളം പുകഴ്ത്തി. എന്നിട്ട് പാണക്കാട് കുടുംബത്തിലും ഒക്കെ പോയല്ലോ, തരൂർ ഒരു യാത്രയൊക്കെ നടത്തിയില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് അദ്ദേഹം 24 ലോക്സഭ ഇതിൽ മത്സരിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് ഞാൻ ഇനി ഇക്കുറി അവസാനത്തെ മത്സരമാണ്. 2009, 2014, 2019, 2024 4 തവണ തുടർച്ചയായിട്ട് മത്സരിച്ചു. ഈ 4 തവണയായിട്ട് തിരുവനന്തപുരം കയ്യിലിരിക്കുകയാണ്. ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞു. ഇത്തവണ കടുത്ത മത്സരവുമായിരുന്നു. എതിരായിട്ടുള്ള മത്സരമായിരുന്നു. തരൂരും രാജീവ് ചന്ദ്രശേഖറിന് പണമുണ്ട്, നല്ലവണ്ണം പണം ഇറക്കുകയും ചെയ്തു. പക്ഷെ തരൂരിന്റെ തീരദേശത്തുള്ള വോട്ട് അല്പം കനിഞ്ഞു. പക്ഷെ കോൺഗ്രസ്സുകാർ പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു തരൂരിനെ തോൽപ്പിക്കണമെന്ന്. 2009 തരൂരിലൂടെ മത്സരിക്കാൻ വരുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ വലിയ എതിർപ്പാണ്. ഇദ്ദേഹത്തിന് മലയാളം അറിയില്ല, ഇദ്ദേഹം ആരാണ്, എന്താണ് ഈ ഇവിടുത്തെ കോൺഗ്രസ്. അദ്ദേഹം അതിന് നല്ല മറുപടിയും കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിൽ പോയി മലയാളമല്ല പറയേണ്ടത്, ഇംഗ്ലീഷോ ഹിന്ദിയോ പറഞ്ഞാലേ അവിടെ ഉള്ളവർക്ക് മനസ്സിലാവും. ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഈ കക്ഷത്തിൽ ഒരു ഡയറി വെച്ചുകൊണ്ട് ഇറങ്ങുന്നതാണ്. ആ പഴയ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇവർക്ക്. പഴയ കുറെ കോൺഗ്രസ്സുകാരെ കണ്ടില്ലേ, കക്ഷത്തിൽ ഒരു ഡയറി വെച്ചുകൊണ്ട്. അതൊക്കെ മാറിപ്പോയി. ഇപ്പൊ മാത്യു ഗോതനാടനെ പോലുള്ളവരൊക്കെ ഒരു വലിയ ഒരു പിന്നെ പുതിയ കാലത്തിലെ ഒരു രാഷ്ട്രീയക്കാരനാണ്. അതൊക്കെയാണ് പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്നത്. തരൂരിനെ അതുകൊണ്ടാണ് പുതുതലമുറയ്ക്ക് ഇഷ്ടമാണ്, സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. ആ വോട്ടാണ് തരൂർ നേടിയത്. ഇപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇനി മത്സരിക്കാനില്ല. ഈ 4 തവണയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയിട്ട് തിരുവനന്തപുരത്തിന് ഒരു ചുണ്ണാമ്പും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇദ്ദേഹം ഇങ്ങനെ വന്ന് ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള എടുപ്പ് കുതിര കെട്ടി എഴുന്നള്ളിച്ച് പോകുന്ന പോലെ ഒരു പോക്ക് പോകുന്നതാണ്. അല്ല, തിരുവനന്തപുരത്തിനൊന്നും ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ആദ്യം ജയിച്ചപ്പോ പറഞ്ഞു തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കുമെന്ന് പറഞ്ഞു. എവിടെ ബാഴ്സലോണയാക്കി? ഇരട്ട നഗരം എന്നൊക്കെ. ഒന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ പേരിൽ അന്നത്തെ മേയറായിരുന്ന കെ ചന്ദ്രികയുമായിട്ട് വലിയ കലഹം മാത്രം നടന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും തരൂർ അതിനിടയ്ക്ക് പിന്നെ BJP-യിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ അതിശക്തമായി പ്രചരിച്ചുകൊണ്ടിരുന്നു. ഇപ്പം തരൂർ 2 വള്ളത്തിൽ കാല് വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. തരൂർ എങ്ങും പോകാൻ പോകുന്നില്ല. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാട് VD സതീശൻ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിനെ വെട്ടിലാക്കിയില്ലേ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന. അതെ, തരൂരിന്റെ ഈ കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ് എന്നൊക്കെ വായിച്ചപ്പോൾ തരൂർ പറഞ്ഞു, ഞാൻ എഴുതിയത് വായിച്ചു നോക്കാൻ പറഞ്ഞു, ലേഖനം വായിക്കാൻ പറഞ്ഞു, അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അതിവര് വായിക്കത്തില്ലല്ലോ. കോൺഗ്രസ്സുകാർക്കുള്ള കുഴപ്പമെന്താ? വായന. ശരിക്കും പറഞ്ഞ അദ്ദേഹം കോൺഗ്രസിനൊരു നല്ല കൊട്ടു കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ തമ്മിലടി നിർത്തി വെച്ചിട്ട് നിങ്ങളൊക്കെ മര്യാദയ്ക്ക് നേരെ ചൊവ്വെ പ്രവർത്തിച്ചോ എങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടാവും, അല്ലെങ്കിൽ അത് സാധിക്കില്ല എന്ന മട്ടിൽ ഒരു കൃത്യം തലയ്ക്ക് തന്നെ ഒരു കൊട്ടു കൊടുത്തിരിക്കുകയാണ് എന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ, അല്ലെ? കോൺഗ്രസ്സുകാര് പിന്നെ തമ്മിലടിക്കാത്ത കാലമുണ്ടോ? അത് പണ്ട് മുതലേ ഉള്ളതല്ലേ. അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ചോദിച്ചാൽ അവർ പറയും ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയും. മറ്റവർക്കൊക്കെ കേഡർ പാർട്ടി സ്വഭാവം. സുധാകരൻ ഒന്ന് പറഞ്ഞു സെമി കേഡർ ആക്കുമെന്ന്.
ഇപ്പൊ സുധാകരനും കേൾക്കുന്നില്ല, സെമി കേഡറും ഇല്ല, കേഡറും ഇല്ല, ഒന്നുമില്ലാതായിട്ട് പോകുന്ന ഒരു പാർട്ടിയായി തീർന്നിരിക്കുക. ഇനിയും 15 മാസമുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി പദത്തിനാണ് വേഷം കെട്ടി നിൽക്കുന്നത്. ദേശീയ തലത്തിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു പച്ചത്തുരുത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇവർക്കെല്ലാം ഇവിടെ നോട്ടം. അപ്പൊ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഒന്നാം തരം ചുട്ട കൊട്ടാണ് കൊടുത്തിരിക്കുന്നത് ശശി തരൂര്. നല്ലതിനെ നല്ലതായിട്ടും മോശപ്പെട്ടതിനെ മോശമായിട്ടും തന്നെ ഞാൻ പറയും. എന്റെ നിലപാട് അതാണ്. അതാണ് ശരി. അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധമുണ്ട്. അതിന്റെ പ്രകടനമാണ് കണ്ടത്. രാഷ്ട്രബോധവും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.